KSKTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ നമ്മളൊപ്പം ചേരുകയാണ്. വലിയൊരു പ്രതിഷേധമാണ് KSKTയുടെ ഭാഗത്തുനിന്ന് അല്ലേ? ഇന്ന് കേരളത്തിലെ 14 കേന്ദ്രങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ ആരോഗ്യ ഹോസ്പിറ്റലുകൾക്ക് മുമ്പിൽ ഇതുപോലുള്ളൊരു പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാനും അതോടൊപ്പം ആരോഗ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ശക്തമായ നിലയിലുള്ള നുണപ്രചരണമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും UDFും BJPയും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്നത്. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ മേഖലയാണ് ഉള്ളത്. കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ എന്നുള്ളത്. കേരളത്തിൽ വളർന്നു വരുന്ന സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രി സംവിധാനങ്ങളെ സംരക്ഷിക്കാനാണ് UDFും BJPയും മാധ്യമങ്ങളെല്ലാം ചേർന്ന് പരിശ്രമിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ പാവപ്പെട്ടവരെല്ലാം അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് ഈ ആരോഗ്യ മേഖലയിൽ നിന്നാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്നാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയടക്കം ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ലഭ്യമാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് UDFിൻ്റെയും BJPയുടെയും പരിശ്രമം. അതിന് ഒരു കാരണവശാലും കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ അനുവദിക്കില്ല. കാരണം ആരോഗ്യ മേഖല തകർന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം പാവപ്പെട്ടവരാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ പ്രസ്ഥാനമെന്ന നിലയിൽ KSKTU ഇത്തരമൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗമായി അണിചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ഇത് വെറുതെ ഉള്ളൊരു ആരോപണമാണ്. എന്ത് പറഞ്ഞാലും എപ്പോഴും ഈ കോൺഗ്രസിനും BJPക്കും കൂട്ടുകെട്ടി അവർ സംസാരിക്കാനുള്ളത് എപ്പോഴും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം അങ്ങനെ പറഞ്ഞ് വേറെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നിട്ട് അവിടെയൊക്കെ പറയുന്നുണ്ടോ ഈ മന്ത്രി രാജിവെക്കണമെന്ന്? അപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഇതൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇതൊക്കെ പറയുന്നത്. പക്ഷേ വെറുതെയാണ്. ഒരിക്കലും നമ്മുടെ ഈ ആരോഗ്യം നല്ല വിപുലമായിട്ട് നല്ല വിസ്തീർണമായിട്ട് നല്ല രീതിയിൽ തന്നെ പോകും. അതിനാര് തടയാൻ നോക്കിയാലും അതൊരിക്കലും സാധിക്കത്തില്ല. അതാണ് ഇവിടെ ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യമായ കാര്യവും. അവരെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാൽ ഇടതുപക്ഷം മുന്നിട്ട് തന്നെ നിൽക്കും. അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സഖാ വീണ ജോർജിനെതിരെ RSSും BJPയും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ആരോഗ്യമേഖല നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനമെല്ലാം തകർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ സർക്കാരിനെതിരെയും ഈ മന്ത്രിക്കെതിരെയും ഈ പാർട്ടിക്കെതിരെയും അശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. അതിനെല്ലാം നഖശിഖ ശക്തമായി കർഷകത്തൊഴിലാളികൾ മാത്രമല്ല അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രതീകമായ CPIMും അതുപോലെ യുവജന സംഘടന DYFയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി സഖാ വീണ ജോർജ് സംരക്ഷിക്കാൻ എല്ലാ പ്രവർത്തനത്തിലും കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രസ്ഥാനമായ KSKTU മുന്നിലാണെന്നുള്ള ഈ അവസരത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ശക്തമായി എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് വേണ്ടി ഞങ്ങളെന്തും സഹിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ മുന്നോട്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ, അതായത് വീണ ജോർജിനെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇൻക്ലാബ് സിന്ദാബാദ് അനുവദിക്കത്തില്ല, ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. ഞങ്ങൾ ശക്തമായിട്ടുണ്ട്. ഞങ്ങൾ KSKTU ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും വീണ ജോർജിനെ. KSKTUവിന് പറയാനുള്ളത് ഈ സർക്കാർ ആശുപത്രികളൊന്നും നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് UDFിൻ്റെയും BJPയുടെയും ഒരു ധാരണയാണ്. പല ആശുപത്രിയിലെയും കള്ളക്കഥകൾ മനോരമ പത്രത്തിൽ കൂടി കാണിക്കുകയാണ്. അത് ഞങ്ങൾ അതിനെ നിഷ്കരണം എതിർക്കും. അതാണ് KSKTUവിൻ്റെ തത്വം.